മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ കാറും ഏഴുമരണവും, ആ താലിമാല തേടി ആരും വന്നില്ല എന്നീ പുസ്തകങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ എന്നിവർ ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലയിലെ സംഘർഷകാലവും കണ്ണൂർ തലശ്ശേരി നഗരങ്ങളുടെ പഴയകാല പ്രതാപവും വരച്ചുകാട്ടുന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ഈ പുസ്തകങ്ങൾ കേരള വിഷൻ പബ്ലിക്കേഷൻസും കൈരളി ബുക്സുമാണ് പ്രസിദ്ധീകരിച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലും EP ജയരാജന്റെ കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വസതിയിലും വെച്ചാണ് ഇരുവരും പുസ്തകങ്ങൾ സ്വീകരിച്ചത്. ഗ്രന്ഥകാരൻ നവാസ് മേത്തറാണ് ഇരുവർക്കും പുസ്തകം സമ്മാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയമാണ് രണ്ട് പുസ്തകങ്ങളിലും പ്രധാനമായി കടന്നുവരുന്നത്. മാതാപിതാക്കൾക്ക് മുന്നിൽ കൊല്ലപ്പെട്ട SFI നേതാവ് KV സുധീഷ്, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണൻ, വീടിനുള്ളിൽ വധശ്രമത്തിനിരയായ P ജയരാജൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, പോണ്ടിച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E വത്സരാജ് എന്നിവരുടെ ആത്മകഥയുടെ വിവിധ പശ്ചാത്തലങ്ങളും DGP റവദ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥരും, മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളും, സിനിമാ താരം ജോയ് മാത്യു, K വേണു, K അജിത, ബാസുരേന്ദ്ര ബാബു തുടങ്ങിയ പഴയകാല നക്സൽ നേതാക്കളും, മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജ്നാഥ് ഉൾപ്പെടെയുള്ള ന്യായാധിപന്മാരും, മുൻ മന്ത്രി കാന്തലോട്ട് കുഞ്ഞമ്പുമൊക്കെ കടന്നുവരുന്ന പുസ്തകങ്ങൾ ഇതിനകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കണ്ണൂർ നഗരത്തിലെ പഴയകാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ആസ്ഥാനമായിരുന്ന റെയിൻബോ ടൂറിസ്റ്റ് ഹോമും, ജോൺ ബ്രിട്ടാസ് MP, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, EM അഷ്റഫ് ഉൾപ്പെടെ പഴയകാല മാധ്യമ പ്രവർത്തകരും പുസ്തകത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കണ്ണൂർ നഗരത്തിന്റെ പഴയകാല പ്രതാപത്തിലൂടെയുള്ള സഞ്ചാരം കൂടിയാണ് ആ കാറും ഏഴുമരണവും. കഴിഞ്ഞ നിയമസഭാ പുസ്തകോത്സവത്തിൽ നിയമസഭാ സ്പീക്കർ N ഷംസീർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ADGP S ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് വിൽപ്പന പൂർത്തിയായി. രണ്ടാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 5ാം പതിപ്പ് ഇതിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ EP ജയരാജനാണ് താലിമാലയുടെ 3ാം പതിപ്പ് പ്രകാശനം ചെയ്തത്.